നാഥന്റെ നിയമനം പുകയുന്നോ എന്നാണ് ചോദ്യം. പുകയുന്നോ സ്മൃതി? പുകയുന്നുണ്ട്. അത് കെട്ടടങ്ങുമോ അതോ പുകഞ്ഞ് പൊട്ടിത്തെറിക്കുമോ എന്നറിയില്ല. ഏതായാലും കോൺഗ്രസിലെ ജനാധിപത്യത്തിന്റെ സൗന്ദര്യം ഇങ്ങനെ ഓരോ മന്ത്രിസഭാ യോഗത്തിന് ശേഷവും വല്ലാതെ കൂടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ വളരെ വേഗമായിട്ടുള്ള കുറെ കാര്യങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. ഒന്നിലും ഒരു വ്യക്തതയില്ല. വ്യക്തത വരുത്തേണ്ട മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിക്ക് ഇന്ന് നിയമസഭാ നടപടികൾ വളരെ നീണ്ടുപോയതുകൊണ്ട് വാർത്താ സമ്മേളനം ഉണ്ടായിട്ടില്ല. ഒരുപക്ഷെ നാളെ ഈ നിയമസഭ അവസാനിക്കുകയാണല്ലോ, നാളെ ഉറപ്പായിട്ടും അദ്ദേഹം മാധ്യമങ്ങളെ കാണും. ഇതിലൊരു വ്യക്തത വരുത്തുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും നമ്മുടെ മുന്നിലുള്ള കാര്യം KPCC ജനറൽ സെക്രട്ടറി PM നിയാസ് ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളാണ്. ആ ആരോപണങ്ങൾ വളരെ ഗുരുതരമാണ് താനും. ഒരു സംഘപരിവാർ ബന്ധുവിനെ തെരഞ്ഞെടുപ്പ് കമ്മീഷനായി നിയമിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ദേശീയ തലത്തിൽ തന്നെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എങ്ങനെയാണ് BJPക്ക് വേണ്ടി, കേന്ദ്ര സർക്കാരിന് വേണ്ടി പ്രവർത്തിക്കുന്നത് എന്നുള്ള വിഷയം നമ്മൾ പലപ്പോഴായി ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ മണ്ഡല പുനർനിർണയമൊക്കെ വരുമ്പോൾ BJPക്ക് അനുകൂലമായി പ്രവർത്തിക്കാൻ ഉതകുന്ന ഒരാളെ ഇവിടെ നിയമിക്കുകയാണോ എന്ന ചോദ്യം വരുമ്പോൾ അത് വളരെ ഗുരുതരമാണ്. പക്ഷെ അതേസമയം